അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗൈബിൽ അധിഷ്ഠിതമായ വിശ്വാസ കാര്യങ്ങളും അതുപോലെ തന്നെ ഖുർആൻ ആയത്തുകളെക്കുറിച്ച് AI ചോദിക്കരുത് എന്നുള്ളൊരു സന്ദേശമായിരുന്നു നമ്മളിവിടെ പറഞ്ഞത്. പക്ഷെ ചിലരതിനെ തെറ്റായി മനസ്സിലാക്കി. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ ആ ചൂണ്ടുന്ന ലക്ഷ്യത്തിലേക്ക് നോക്കാതെ ചൂണ്ടുന്ന വിരലിന് നോക്കിയിട്ടുള്ള അഭിപ്രായ പ്രകടനമായിപ്പോയി. കാരണം പുതിയ തലമുറ എല്ലാറ്റിനും എന്തിനേയും AI ടൂളുകളോട് ചോദിക്കുന്ന പുതിയ തലമുറ ഈ ഖുർആന്റെ കാര്യങ്ങളെക്കുറിച്ചും ഈ ഐബിൽ അധിഷ്ഠിതമായ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും AI ചോദിക്കും. അവരോട് അത് ചോദിക്കരുത് എന്നുള്ള ബോധവൽക്കരണം ഇപ്പം നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. പഴയ മാതിരിയല്ല. മദ്രസ പഠനങ്ങൾ, ചെറിയ കുട്ടികൾക്ക് മദ്രസ പഠനങ്ങളൊക്കെ കുറഞ്ഞു വരികയും സമയം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ AI ചോദിക്കരുത് എന്നുള്ള സന്ദേശമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ കൊടുത്തത്, കഴിഞ്ഞ തിരിച്ചറിവിൽ പറഞ്ഞത്. അപ്പൊ ഇതിന് ചിലർ പ്രതികരിച്ചത് ആ പറഞ്ഞത് AI ചോദിക്കുന്നത് തെറ്റാണ്. ആരോടാ ഇത് പറയണ്ടേ? കുട്ടികളോടോ? ഓക്കെ, അത് നമുക്ക് വിടാം. നമ്മൾ ഇവിടെ പറയാൻ വരുന്നത്, നമ്മളിപ്പോ പരലോകത്തെ കാര്യങ്ങൾ, അതായത് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച്, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, സിറാത്ത് പാലത്ത് കൂടി ആൾക്കാർ നടന്നു പോയിട്ട് അവരിങ്ങനെ ഉരുണ്ട് വീണും നരകത്തിലേക്ക് വീഴുക, മലക്കുകള്, അസ്രായീല്. അതായത് പിന്നെ സ്വർഗത്തിലെയും നരകത്തിലെയും, സ്വർഗത്തിലെ കാര്യങ്ങള്, നല്ല അരുവികള്, പൂന്തോട്ടങ്ങള്, മനോഹരമായ ദൃശ്യങ്ങള്, പൂക്കള്, പടച്ചവനും നമ്മുടെ മുത്തിലും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ബുദ്ധിക്കും ഒരു ഭാവനക്കും മനുഷ്യർക്ക് ഊഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഏറ്റവും എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സൂറത്ത് സജ്ദയിലെ 17-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്ക്. അതായത് ഇവിടെ സൽക്കർമ്മം ചെയ്തവർക്ക് പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്കും ഊഹിക്കാൻ കഴിയില്ല. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ തലച്ചോറ് സൃഷ്ടിച്ച, നമ്മുടെ ബുദ്ധിയെ സൃഷ്ടിച്ച, നമ്മുടെ ഭാവനയെ സൃഷ്ടിച്ച പടച്ചവനാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഊഹിക്കാൻ കഴിയില്ല എന്ന്. നമ്മളെന്താ ചെയ്യുന്നത്? AI ടൂളുകൾ ഉപയോഗിച്ച് ഓരോരുത്തർ ഉണ്ടാക്കിയ വീഡിയോകൾ നമ്മളിങ്ങനെ ഈമാനിന്റെ കാര്യത്തിൽ പുണ്യകർമ്മ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുക, തലങ്ങും വിലങ്ങും വിടുക സകല ഗ്രൂപ്പുകളിലും, സകല സോഷ്യൽ മീഡിയയിലും. ശരിയാണോ ഇത്? നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം, അത് വേറെ വിഷയം. നമ്മൾ പടച്ചവൻ പറയുന്ന കാര്യങ്ങളെ അങ്ങനെയൊന്നുമല്ല, ആർക്കും ഊഹിക്കാൻ കഴിയാത്ത ഒന്നുമല്ല. ഒരു ഭാവനയിൽ ഇതാ ഞങ്ങൾക്കിത് കഴിയും, ഇതാ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ഭാവനയാണ്. നമ്മളെ ഭാവന ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളിങ്ങനെ തലങ്ങും വിലങ്ങും ഇത് പ്രചരിപ്പിക്കുമ്പോൾ പുതിയ തലമുറക്ക് സ്വർഗം എന്ന് പറയുമ്പോൾ കുറെ അരുവികള്, കുറെ പാറക്കെട്ടുകള്, നല്ല പൂക്കള്, നല്ല മനോഹര ദൃശ്യങ്ങള്, താഴികക്കുടങ്ങള്. നരകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തീപ്പൊരികള്, മനുഷ്യന്മാരായാലും ഇങ്ങനെ കത്തുന്നു. അതൊക്കെ വിഷ്വലൈസ് ചെയ്താൽ, ഇന്നലെ ഒരു വീഡിയോ കണ്ട്, ഖിയാമത്ത് നാളിന്റെ അത് ഖുർആൻ ആയത്ത് ഇങ്ങനെ സ്ക്രീനിലൂടെ എഴുതി പോകുന്നുണ്ട്. പിന്നെയോ കടലിന് തീപിടിക്കുന്നു, വലിയ കല്ലുകൾ ഉതിർന്നു വീഴുന്നു, ഭയങ്കര പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു, ലാവകൾ ഒഴുകുന്നു. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ഇത് ശരിയാണോ? ഇതുകൊണ്ട് നമ്മളുടെ വിശ്വാസം, ഈമാൻ കൂടുവോ? അയിമ തൊട്ട് കളിക്കരുത്. അള്ളാഹു പറയുന്നു, അതിന്റെ വിശദീകരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഭാവനക്കും ഒരു ബുദ്ധിക്കും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എന്തിനാണ് AI ടൂൾ ഉപയോഗിച്ച് ഇതൊക്കെ വളരെ പണ്ഡിതന്മാര്, നേതാക്കന്മാര് വളരെ സൂക്ഷ്മമായിട്ട് ആഴ്ചക്ക് മാസത്തിൽ 3 ദിവസം സുന്നത്ത് നോമ്പ് എടുക്കുകയും കൃത്യമായിട്ട് പള്ളിയിൽ പോവുകയും താടിയും നിസ്കാരത്തായമ്പും എല്ലാവിധ വളരെ സൂക്ഷ്മമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ പണി ചെയ്യുന്നത്. ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന് കളിക്കണ്ട, ഖുർആൻ ആയത്തിന്റെ മുകളിൽ കളിക്കണ്ട. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.